ഗുഡ് ഈവനിങ് ഗൈസ്, എല്ലാവർക്കും ഡെയിലി അനാലിസിസ് പ്രോഗ്രാമിലേക്ക് സ്വാഗതം. നിഫ്റ്റി ഇന്നും ഒരു പോസിറ്റീവ് നോട്ടിലാണ് ക്ലോസ് ചെയ്തത്. കണ്ടിന്യൂസ് 3 ഡേയ്സ് ആയിട്ടൊരു പോസിറ്റീവ് മൊമെൻ്റ് ഉണ്ട്. ഒരു റാലിക്കുള്ള ഒരു തയ്യാറെടുപ്പ് പോലെ തോന്നുന്നുണ്ട്, ഒരു സ്റ്റാർട്ട് പോലെ തോന്നുന്നുണ്ട്. ഞാൻ ഓൾറെഡി പറഞ്ഞിട്ടുണ്ടായിരുന്നു മുന്നേ തന്നെ, ഒരു റാലിക്കുള്ള ഒരു സ്റ്റാർട്ടിങ് പോലെ തോന്നുന്നുണ്ട്, ഒരു ലോങ് റാലിക്ക്. ബാങ്ക് നിഫ്റ്റി വളരെ പോസിറ്റീവാണ്. ഇന്നും ഒരു 0.62% അപ്പായിരുന്നു ഓൾ ടൈം ഹൈ. ഇന്നും ഓൾ ടൈം ഹൈയിലാണ് ക്ലോസ് ചെയ്ത്. നിഫ്റ്റിയുടെ നമുക്ക് 5 മിനിറ്റ് ചാർട്ട് നമുക്ക് അനലൈസ് ചെയ്യാം. 5 മിനിറ്റ് ചാർട്ട് അനലൈസ് ചെയ്യുമ്പോൾ നമ്മൾ ഇവിടെ ഇന്നലത്തെ പോലെ ഇവിടെ ഓപ്പൺ ആയി, എന്നിട്ട് റിവേഴ്സൽ പോലെ വന്നു. പക്ഷെ ഞാൻ ഓൾറെഡി മുന്നേ പറഞ്ഞിട്ടുണ്ട്, 2 ഡേയ്സ് കണ്ടിന്യൂസ് 2 ഡേയ്സിൽ സിമിലർ പാറ്റേൺ വരത്തില്ല. അതിനൊന്ന് ബ്രേക്ക്ഔട്ട് ഫെയിലായി താഴോട്ട് വന്നു. ഇതൊരു ട്രാപ്പ് ആയിരുന്നു. എന്നിട്ട് ഇവിടെ നിന്ന് സപ്പോർട്ട് എടുത്തിട്ട് കണ്ടിന്യൂസ് അപ്പ് സൈഡ് മൂവ്മെൻറ്റും ഉണ്ടായിരുന്നു. നിഫ്റ്റിയും പോസിറ്റീവ് ആയിരുന്നു. ബാങ്ക് നിഫ്റ്റി കുറച്ചും കൂടെ ഒരു പോസിറ്റീവ് ആയിരുന്നു. ഇന്നലത്തെ പോലെ ഒരു വി ഷേപ്പ് റിക്കവറിയാണ് ബാങ്ക് നിഫ്റ്റി കണ്ടത്. ബാങ്ക് നിഫ്റ്റി പോലെ വി ഷേപ്പ് റിക്കവറി എടുത്തിട്ട് കണ്ടിന്യൂസ് അപ്പ് സൈഡ് മൊമെൻറ്റം മുകളിലോട്ട് തന്നെ പോയിട്ടുണ്ടായിരുന്നു. നിഫ്റ്റി സ്മോൾ ക്യാപ്പ് നോക്കുമ്പോൾ, സ്മോൾ ക്യാപ്പിൽ നമുക്ക് വീണ്ടും ഒരു അപ്സൈഡ് 3 ഡേയ്സ് കണ്ടിന്യൂസ് അപ്സൈഡ് മൂവ്മെന്റ് തന്നെ ആയിരുന്നു സ്മോൾ ക്യാപ്പ്. നിഫ്റ്റി മിഡ് ക്യാപ്പ് നോക്കിയാൽ അതും ഒരു അപ്സൈഡ് മൂവ്മെന്റ് തന്നെയാണ്. സ്മോൾ ക്യാപ്പ് ഒരു ടെമ്പററി ഒരു ബോട്ടം പോലെ ആയിട്ടുണ്ട്. ഓക്കെ, സ്മോൾ ക്യാപ്പ് റാലിക്ക് വേണ്ടിയുള്ള ഒരു തയ്യാറെടുപ്പ് പോലെ, പറഞ്ഞ പോലെ റാലിക്കുള്ള തയ്യാറെടുപ്പ് പോലെ തോന്നുന്നുണ്ട്. ഒത്തിരി ഡൗൺ ആണ് സ്മോൾ ക്യാപ്പ്. ഓക്കെ, ബട്ട് ഒരു റാലിക്കുള്ള ഇതുപോലെ നമുക്ക് പ്രതീക്ഷിക്കാം. ഓക്കെ, ഇവിടെ നിന്ന് ഒരു റിക്കവർ എടുത്ത് പോവുകയാണെങ്കിൽ തന്നെ നമുക്ക് അപ്സൈഡ് മൊമെന്റ് നമുക്ക് പ്രതീക്ഷിക്കാം. ഓക്കെ, സിൽവർ നോക്കുമ്പോൾ നമ്മൾ ഇന്നലെ ഒരു നെഗറ്റീവ് പറഞ്ഞു, പക്ഷെ ഇന്നൊരു ഷാർപ്പ് റിക്കവറി വരുന്നുണ്ട് സിൽവറിൽ. ഒരു 6% അപ്സൈഡ് റിവേഴ്സ് ഷാർപ്പ് റിക്കവറി സിൽവറിൽ കാണുന്നുണ്ട്. ഗോൾഡിൽ ഒരു നെഗറ്റീവ് അല്ലായിരുന്നു. ഗോൾഡ് പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഗോൾഡ് നെഗറ്റീവ് അല്ല. സിൽവർ നെഗറ്റീവായി തോന്നിയിട്ടുണ്ടായിരുന്നു, പക്ഷേ സിൽവറിൽ ഷാർപ്പ് റിക്കവറി വരുന്നുണ്ട്. ഓക്കെ, ഇവിടെ നിന്ന് നോക്കുകയാണെങ്കിൽ ഒരു ഷാർപ്പായിട്ട് ഒരു അപ്സൈഡ് റിക്കവറി സിൽവറിൽ കാണാൻ സാധിക്കുന്നുണ്ട്. ഗോൾഡിലാണെങ്കിൽ ഒരു പോസിറ്റീവ് മൊമെന്റത്തിലോട്ട് തന്നെ പോകാനുള്ള ചാൻസാണ് ഗോൾഡിലും കാണുന്നത്. ബിറ്റ്കോയിൻ നോക്കുകയാണെങ്കിൽ ബിറ്റ്കോയിന് ഒരു ചെറിയൊരു നെഗറ്റീവ്, ഇതിൻ്റെ താഴെ നെഗറ്റീവ് പോലെ തോന്നുന്നുണ്ട്. നമുക്ക് നോക്കാം എങ്ങനെയാണ് അത് പോകുന്നതെന്ന്. ഒരു നെഗറ്റീവ് ട്രെൻഡിൽ പോലെ നമുക്ക് കാണുന്നുണ്ട്. ഓക്കെ, ബിറ്റ്കോയിന് പക്ഷേ ഇവിടെ നിന്ന് സപ്പോർട്ട് എടുക്കേണ്ടതാണ്. ബട്ട് നമുക്ക് നോക്കാം എത്രത്തോളം. നെക്സ്റ്റ് സപ്പോർട്ട് 66,000 ആണ് വരുന്നത്. 66,000 വരാണെങ്കിൽ, ടച്ച് ചെയ്യുകയാണെങ്കിൽ അവിടെ നിന്ന് റിവേഴ്സിനുള്ള ചാൻസ് നമുക്ക് എക്സ്പെക്ട് ചെയ്യാം. ഓക്കെ, ഇതെല്ലാമാണ് അനാലിസിസ്. നമുക്ക് ഹീറ്റ് മാപ്പ് ഒന്ന് നോക്കാം, ഇന്നത്തെ സ്റ്റോക്സ് എങ്ങനെ പെർഫോം ചെയ്തെന്ന്. ഇന്നും ബ്രോഡർ റേഞ്ച് എല്ലാം പോസിറ്റീവ് ആയിരുന്നു. നിഫ്റ്റി 0.37 അപ്പായിരുന്നു. KVIL 4.9597, HDFC Life 3.39, ടാറ്റ സ്റ്റീൽ 2.884 എല്ലാം അപ്പായിരുന്നു. ചെറിയ ബാങ്കിങ് ICICI ബാങ്ക് ഒക്കെ ചെറിയ ഡൗൺ സൈഡ് ഉണ്ടായിരുന്നു. മാരുതി ഒക്കെ 0.09. എറ്റേണലിൽ വീണ്ടും ഡൗൺ ആയിരുന്നു ഇന്ന് 1.56. ഇൻഫി വീണ്ടും ഒരു നെഗറ്റീവ് സെല്ലിംഗ് പ്രഷർ ഉണ്ടായിട്ടുണ്ടായിരുന്നു. 1.38 ഡൗൺ ആയിരുന്നു. വിപ്രോ 1.64, ടെക്കം 1.56 ഡൗൺ ആയിരുന്നു. ഇതിലൊരു നെഗറ്റീവ് സെല്ലിംഗ് പ്രഷർ കാണുന്നുണ്ട്. വീണ്ടും ഒരു ഡെഡ് കാറ്റ് ബൗൺസ് പോലെ ഒരു ദിവസം ഒരു ചെറിയൊരു ബൗൺസ് ബാക്ക് ഉണ്ടായിരുന്നു. ബട്ട് വീണ്ടും ഒരു താഴോട്ട് തന്നെയാണ് പോകുന്നത്. CG പവർ നെക്സ്റ്റ് 50 നോക്കുകയാണെങ്കിൽ CG പവർ 2.82, PNB 2.58, ICICI 1.91 അപ്പായിരുന്നു. ചോള ഫിനാൻസ് 1.04, നൗകരി 1.26, അദാനി ഗ്രീൻ 1.79, LTIM 2.26 ഡൗൺ ആയിരുന്നു. നമുക്ക് മിഡ് ക്യാപ്പ് ഒന്ന് നോക്കാം. മിഡ് ക്യാപ്പ് 150 എടുക്കുകയാണെങ്കിൽ ഗോദ്രേജ് ഫിലിപ്പ് 20% അപ്പർ സർക്യൂട്ട് ടച്ച് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പാർ ഇൻഡസ്ട്രീസ് 6.49. ഗോദ്രേജ് ഫിലിപ്പ് ഐ തിങ്ക് എനിക്ക് അതിൻ്റെ റിസൾട്ട് നോക്കണം. മേ ബി റിസൾട്ടിൻ്റെ ഇതിലാണോ എന്ന് അറിയത്തില്ല. ഡൗൺ സൈഡ് നോക്കുകയാണെങ്കിൽ അവറ ഫാർമ, HDFC AMC, പെർസിസ്റ്റന്റ്, KPI ടെക്, വയലറ്റ് എനർജി, HEXT ഇതെല്ലാം ഡൗൺ സൈഡ് ഉണ്ടായിരുന്നു. HEXT 3.75 ഡൗൺ ആയിരുന്നു. സ്മോൾ ക്യാപ്പ് 250 നോക്കുകയാണെങ്കിൽ ടാരിൽ 9% അപ്പായിരുന്നു. നെറ്റ്വർക്ക് 8.91% അപ്പായിരുന്നു. സ്നൈഡർ 7.71% അപ്പായിരുന്നു. ഡൗൺ സൈഡ് നോക്കുകയാണെങ്കിൽ RK4 2.73, ബിസോഫ്റ്റ് 2.82, ഫസ്റ്റ് ക്രൈ 6.26% എല്ലാം ഡൗൺ ആയിരുന്നു. ഇതാണ് മെയിൻലി
ഇന്നത്തെ ഹീറ്റ് മാപ്പ് അനാലിസിസ് പ്രത്യേകിച്ച് ന്യൂസൊന്നും പ്രത്യേകിച്ചില്ല. ഇമ്പോർട്ടൻറ്റ് ന്യൂസൊന്നുമില്ല. മാർക്കറ്റ് കണ്ടിന്യൂസ്ലി സ്ലോ ചെയ്ത് മുന്നോട്ട് അപ്സൈഡ് പോയിക്കൊണ്ടിരിക്കുകയാണ്. നമുക്ക് എക്സ്പെക്ട് ചെയ്യാം ഒരു ബുൾ റാലിക്കുള്ള ഒരു പ്രതീക്ഷയിൽ നമുക്ക് എക്സ്പെക്ട് ചെയ്യാം. ഓക്കെ ഗൈസ്, താങ്ക്സ് ഫോർ വാച്ചിങ്.